ഞാൻ അതിഥിയുടെ കാര്യം പറഞ്ഞില്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സൂചന ഞാൻ നൽകിയിരുന്നു. അത് മറ്റാരുമല്ല, ഒരുപക്ഷെ നമ്മളെയൊക്കെ ഏറെ ചിരിപ്പിച്ച ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ്, നമ്മുടെയൊക്കെ കാരണവരെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോഴും ആ വീട്ടിലേക്കൊക്കെ കയറിപ്പോയാൽ ആ കാരണവരുടെ ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും മാത്രമേ എനിക്ക് വ്യക്തിപരമായി ആ വീടിനെക്കുറിച്ച് അറിയുള്ളൂ. ശാരദാംബരം, ആ ശാരദാംബരത്തിലാണ് ടീച്ചർ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ശാരദ ടീച്ചറാണ്. ശാരദ ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് ആരായിരിക്കും എന്ന് പ്രേക്ഷകർക്കറിയാം. അത് സഖാവ് നയനാരായിരിക്കും. നയനാരുടെ പ്രിയപ്പെട്ട ശാരദ ടീച്ചർക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് 90 വയസ്സ് പൂർത്തിയാവുകയാണ്. 90ൻ്റെ ചെറുപ്പത്തിലാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ഒപ്പം നവതി ആഘോഷിക്കുകയാണ് ശാരദ ടീച്ചർ. നവതി ആഘോഷത്തിലും പ്രിയ സഖാവിനെ ടീച്ചർക്ക് തീർച്ചയായിട്ടും മിസ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ ആ ചിരിയിൽ സഖാവുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കൊപ്പം ടീച്ചറുണ്ട്. ടീച്ചർ നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ, നവതി ദിനാശംസകൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വർഷങ്ങൾക്ക് മുമ്പ് ശാരദ ടീച്ചറിനെയും സഖാവിനെയും ഞാൻ ഏഷ്യാനെറ്റിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സുപ്രഭാതം എന്നൊരു പരിപാടി ഇന്റർവ്യൂ ചെയ്ത കാര്യം ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോ അതിനുശേഷം ഇപ്പോഴാണ് ആ ചിരി കാണാൻ പറ്റുന്നത്. അതെ. അപ്പൊ 90 വയസ്സായി. എന്താന്നറിയാ, അന്ന് ചോദിച്ച ചോദ്യം 90 വയസ്സായി. 90ൻ്റെ നിർവൃതിയിലിരിക്കുക. മക്കളും കൊച്ചുമക്കളും 4ാമത്തെ തലമുറയും ഞാൻ കണ്ടു. മക്കളും കൊച്ചുമക്കളും മാത്രമല്ല, ആ കൊച്ചു മോനൊരു കൊച്ചുണ്ടായി. അപ്പൊ 4ാമത്തെ തലമുറയത്. അപ്പൊ അതിന് പേരെ ഇനി എന്താ വേണ്ടി. ഇന്റർവ്യൂന്റെ കാര്യം എന്തോ പറഞ്ഞു വന്നു. ആ ഇന്റർവ്യൂ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ ഏഷ്യാനെറ്റിൽ വന്നത്. അപ്പോൾ വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു സഖാവിൻ്റെ അടുത്ത്. സഖാവ് പിന്നെ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ സഖാവിന് ആരായിരിക്കണമെന്ന്. അന്നേരം സഖാവ് പറഞ്ഞത് ഞാനതിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അടുത്തൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ സഖാവിന്റെ ഭാര്യ തന്നെ ആയിരിക്കണം, EK നയനാരുടെ ഭാര്യ തന്നെ ആയിരിക്കണം. ശരിയാ. ഞാൻ ഓർമ്മിക്കുന്നു. എത്ര വർഷമായില്ലേ ടീച്ചറെ? 20-22 വർഷങ്ങളായി. ചിലതൊന്നും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. 20 വർഷമായി ടീച്ചർ അത് അത്രയും ഓർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ആ ടീച്ചർ പറഞ്ഞതിനകത്ത് അതുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് ടീച്ചറെ. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഞാൻ ഈ സഖാവിന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ 23 വയസ്സുള്ളപ്പോഴാണ് അല്ലേ സഖാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെ, ജീവിതത്തിലേക്ക് വന്ന് അത് അന്ന് കല്യാണം കഴിഞ്ഞത് അന്നാണെങ്കിലും പിന്നെ എനിക്ക് എൻ്റെ സഖാവിൻ്റെ കൂടെ താമസിച്ച് ഞാൻ വളരെ വളരെ കുറച്ച് നാളുകളെ ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്നറിയാം, ഞങ്ങൾ കല്യാശ്ശേരിയും സഖാവ് തിരുവനന്തപുരത്തും. എപ്പോഴും സഖാവ് ഒന്നുകിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വല്ലപ്പോഴും ഒരു മാസം കൂടുമ്പോൾ പരിപാടി, കണ്ണൂരിൽ പരിപാടി ഇട്ടാൽ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളെ കാണാനാന്നുള്ള വിശ്വാസം. വീട് വെച്ചപ്പോ പോലും വന്നില്ല അല്ല, അത് പിന്നെ അന്ന് എമർജൻസി ടൈം ആയിരുന്നു, അടിയന്തരാവസ്ഥക്കാലം. വീടിന്റെ പേര് ശാരദാംബരം എന്നാണ് ഇട്ടത് അല്ലേ? അല്ല, ശാരദാസ്. സഖാവ് പറഞ്ഞു, സഖാവിന്റെ അഭിപ്രായമായിരുന്നു അത്, ശാരദയെ നീയാണ് ഈ വീട്ടിന് വേണ്ടി എല്ലാം നോക്കിയും എടുത്തു എല്ലാറ്റിനും ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വീട്ടിന് ഞങ്ങൾ മറ്റൊരു പേരും നീ ആലോചിക്കണ്ട, ശാരദാസ്. അതെന്താ സഖാവിന് എങ്ങനെയാ അത് കിട്ടിയെന്ന് തന്നെ എനിക്കറിയില്ല. ശാരദാസ് എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ അവിടെയൊക്കെ ഒരു തുണിക്കടയുടെ പേരാ, പക്ഷെ നല്ല പേരാ. ശരത്കാല കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ആ പേര് ശാരദാസ് എന്നുള്ളത്. ടീച്ചറിന്റെ കയ്യില് ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണേ. ടീച്ചറിന്റെ കയ്യിലൊരു ചുവന്ന മോതിരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ മോതിരം ഒന്ന് കാണിക്കാവോ? ഈ മോതിരം എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കാണിച്ചാൽ മതി. കാണിക്കണം. അത് സഖാവിട്ട മോതിരമാണ് അല്ലേ? അല്ല, സഖാവ് എനിക്ക് മോതിരേ ഇട്ടിട്ടില്ല. ആണോ? അത് ശരി. സഖാവ് താലി കെട്ടിയിട്ടില്ല.
സഖാവ് വെറും ഒരു മുല്ലമാല ഒരു കയ്യിലൊരു ബൊക്കെ തന്നത്. പിന്നെ ഞാൻ ഒരു മോതിരം, ഞാൻ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വരുമ്പം എന്തെങ്കിലും ഒരു അടയാളം കണ്ടേ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു മോതിരം ഉണ്ടാക്കി സഖാവിൻ്റെ പേര് കുത്തിയിട്ട് ഒരു മോതിരം ഉണ്ടാക്കി കയ്യിലിട്ടു. പിന്നെ ഇതിപ്പോൾ അടുത്ത കാലത്തായി ഈ ചുവന്ന കല്ലിന് ഇത്ര ഇതിന് പ്രശസ്തി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാൻ എപ്പോഴാണ് ഞാൻ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് എന്നും ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്ന ഈ ചുവപ്പ് അത് എൻ്റെ ദേഹത്തിലുണ്ടാകണമെന്ന്, അത് എൻ്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടി എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവൻ ഭീമേന്നോ മറ്റും വാങ്ങി ഒന്ന് കൊറിയർ ചെയ്യായത് ഈ മോതിരം. പറഞ്ഞ ഉടനെ അടുത്ത അവിടെ അവൻ എറണാകുളത്താണ്, അവൻ ഉടനെ ഈ ഒരു മോതിരം എനിക്ക് കൊറിയർ ചെയ്തു. അത് ഞാൻ ആരോടോ പറഞ്ഞു പോയി, ഇത് ഞാൻ എൻ്റെ ഇതെന്നും എൻ്റെ ദേഹത്ത് ഉണ്ടാവണം. ഞാൻ മരിച്ചു കിടന്നാൽ എല്ലാവരും വന്ന് നോക്കുമ്പം കാണേണ്ടത് മോതിരായിരിക്കണം. അതിന് ശേഷം എന്തൊക്കെ ചെയ്തോ. അതെ, സന്തോഷം. അപ്പൊ ടീച്ചർ ഇപ്പൊ ഒറ്റയ്ക്കാണോ ശാരദാസിലെ മക്കൾ? ഒരാള് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് മക്കള് അല്ലേ? ആരുമില്ല എൻ്റെ വീട്. ഞാനും ഹോം നേഴ്സും മാത്രം. ഇപ്പൊ എല്ലാരും ഉണ്ട്. ഞാൻ ഈ വീടിന് ശേഷം ഈ വീണ് പോയിന് ഞാൻ. ആ സമയത്ത് ഞാൻ എൻ്റെ ചെറിയ മോൻ്റെ ഇവിടെ എറണാകുളത്താണ്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം മുമ്പേ എനിക്ക് കാലിൻ്റെ ഒരു വിരലിന് ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നേരെ വീണ്ടും പോയി എറണാകുളത്ത് തന്നെ 2 മാസം അവിടെ നിന്നിട്ട് ഇപ്പം വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. സന്തോഷം ടീച്ചറെ. അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല സമയം നിങ്ങളെ അതുകൊണ്ട് നിങ്ങളെ റിപ്പോർട്ടർ ചാനല്, എല്ലാ ചാനലും കാണാൻ നല്ല സൗകര്യം, വെറുതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ റിപ്പോർട്ടർ ചാനല് കുറേയും കൂടെ അതിൽ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടെ ന്യൂസ് അധികം കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാനത് കാണാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ ചാനലും ഞാൻ നോക്കും. എന്നിട്ട് റിപ്പോർട്ടർ ചാനല് കുറച്ചുകൂടി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തേ പണ്ടും ഒറ്റയ്ക്കൊക്കെ തന്നെയാണല്ലേ കൂടുതൽ സമയവും. സഖാവ് ഇങ്ങനെ തിരക്കുമായിട്ട് പോവും. പക്ഷേ ഇപ്പൊ ഈ അവസാനമാവുമ്പോ സഖാവും കൂടെ പോയി കഴിഞ്ഞിട്ട് മക്കളെല്ലാരും പല സ്ഥലങ്ങളിൽ പോയല്ലോ. അപ്പൊ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്താ ചെയ്യാ? ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന കാര്യം എന്താ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പേപ്പർ എടുത്ത് വായിക്കും, അല്ലെങ്കിൽ വീക്കിലി എടുത്ത് വായിക്കും. എനിക്ക് എൻ്റെ സഖാവിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ ഇപ്പം ഡൽഹിക്ക് പോകുന്നുണ്ടെന്ന് ചോദിച്ചോ, അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രണ്ട് സീറ്റിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ സഖാവ് പേപ്പർ എടുത്ത് വായിക്കും. അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നാലും കൂടെ അവർ തട്ടും, അത് എടുത്ത് വെച്ചോന്ന് പറയും. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ യാത്ര ചെയ്യുമ്പോഴും കൂടെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും കൂടെ നിങ്ങൾ ഒരു ഭാര്യയോട് എന്തെങ്കിലും സംസാരിക്കൂലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, ശാരദേ നീ കൂടെ ഒരു ബുക്ക് കയ്യിൽ വെച്ചോ. ആ വായനയിൽ ഞാൻ എന്നും വിദ്യാർത്ഥിയാന്നല്ലേ പറയുന്നത്. ഈ മരിക്കാനായ അവസരത്തിൽ പോലും സഖാവ് പറഞ്ഞ വാക്ക്, വായനയിൽ ഞാൻ എന്നും ഒരു വിദ്യാർത്ഥിയാണ്. പിന്നെ ആ മനുഷ്യനോട് നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ എന്നോട് വളരെ സ്നേഹമാണ്, അതെനിക്കറിയാം. ആ സ്നേഹം മാത്രമേ എൻ്റെ ജീവിതത്തിൽ, സഖാവ് പോയെങ്കിലും ആ സ്നേഹം അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നുണ്ട്. ഇപ്പൊ മക്കള് 4 മക്കളായി, അതിൽ കൊച്ചുമക്കളായി. ഇപ്പൊ അതിന്റെ കൊച്ചു 4ാമത്തെ തലമുറയും ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് എല്ലാം എൻ്റെ ജീവിതത്തിൽ എല്ലാം സാധിച്ചു എന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. ഇനി ഏത് നിമിഷവും എനിക്ക് മേലോട്ട് പോകുന്നതിനൊരു വിഷമവും ഇല്ല. അല്ല, എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ 5 വയസ്സ് മുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ അമ്മാമ്മൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. രാഷ്ട്രീയം കണ്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. 5 വയസ്സ് മുതൽ മോളാർ കൊലക്കേസ് മുതൽ. അത് റിപ്പോർട്ടർ ചാനലിന് അറിയേയില്ല അത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വളർന്ന ഒരു കുട്ടിയാണ്. ചെറിയ പ്രായം ദൈവവിശ്വാസമൊക്കെ ടീച്ചർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കുട്ടിക്കാലം മുതലേ ആ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടല്ലോ. അതിനിടയിലും ടീച്ചർ അതെങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പം
നമ്മൾ അടുത്തടുത്ത് വീടുകളിൽ കുട്ടികളുണ്ടാകും. അപ്പം ഞങ്ങളെല്ലാം രാവിലെ കുളിച്ച് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ അമ്മയുടെ മുമ്പിലാണ്, ഭഗവതി ടെമ്പിളിന്റെ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഞങ്ങളെ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നതിന് പേര്. അപ്പൊ ഞാൻ ഇവിടെ വീട് വെക്കാൻ, ഈ സ്ഥലത്ത് വീട് വെക്കാൻ തന്നെ കാരണം ഈ അമ്മ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു വീട് വേണം എന്നുള്ളത്. സഖാവിന്റെ ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ അങ്ങനെ ഇവിടെ വെച്ചു വീട്. അപ്പൊ എന്ന് ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് രാവിലത്തെ ട്രെയിനിലെത്തിയാലും കുളിച്ച് ഞാൻ രാവിലെ പോയി അമ്മേനെ തൊഴുതേറ്റി വരുവായി. അങ്ങനെയാ എൻ്റെ ഒരു ശീലം. ഇന്ന് ഞാൻ പോകുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല. എൻ്റെ മുറ്റത്താണെങ്കിലും എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, ഞാൻ പോകുന്നില്ല. പക്ഷേ എന്നും എൻ്റെ അമ്മേനെ ഞാൻ മനസ്സിൽ വിചാരിക്കും. എനിക്ക് കുറച്ചെങ്കിലും സമാധാനം തരുന്നത് അത് ആയിരിക്കണം. അപ്പോ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ മക്കളും കൊച്ചുമക്കളും എല്ലാരും എത്തി വീട്ടിൽ. എനിക്കൊരു നവതി ആഘോഷം എല്ലാരും കേമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാരും എത്തി. അല്ല, അത് കുട്ടികള് ഇതെല്ലാം കുട്ടികളെ സന്തോഷത്തിന് ചെയ്യുന്നതാണ്. അവർക്ക് അച്ഛന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അച്ഛന് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. അച്ഛന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവര് പറയുന്നത് ഞങ്ങൾക്ക് അമ്മക്ക് വേണ്ടിയെങ്കിലും ചിലത് ചെയ്തിട്ട് ഒരു കുറച്ചാളെ അറിയുന്ന ഒരു ശാരദ ടീച്ചർ ഇപ്പം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അവർക്ക് പറയുന്നത് ഞങ്ങൾക്ക് അമ്മക്ക് വേണ്ടി അമ്മയുടെ ഇത് ആഘോഷിക്കണം പിറന്നാൾ എന്ന്. അവരെ ആഘോഷത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തു. അതാണ് ഞാനിതിൽ അല്ല ഇതിൻ്റെ ആള് എൻ്റെ മക്കളാണ്, മക്കളും കൊച്ചുമക്കളും. അവരുടെ ഇഷ്ടത്തിന് ഞാനും നിന്നു കൊടുത്തു. ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പിറന്നാൾ സമ്മാനം അപ്പൊ എന്തായിരിക്കും? ഇവരൊക്കെ വന്നത് തന്നെയായിരിക്കും അല്ലേ? എൻ്റെ മക്കള് അത് തന്നെ വലിയ സമ്മാനല്ലേ. ഞാൻ പറഞ്ഞേ 4ാം തലമുറ ഞാൻ കണ്ടു. എൻ്റെ മോള്, അതിൻ്റെ മോൻ, അതിൻ്റെ ഒരു കുട്ടി. അപ്പം 4ാമത്തെ തലമുറയും ഞാൻ കണ്ടു. ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ആയില്ലേ. സന്തോഷം ടീച്ചറെ. മാത്രമല്ല ഞാൻ വലിയ മോഹങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ഒരു സഖാവിൻ്റെ ഭാര്യയ്ക്ക് പരിമിതിയാണ് ആഗ്രഹങ്ങൾ, അതെനിക്കറിയാം. അതുകൊണ്ട് വലിയ ആഗ്രഹങ്ങളും ഞാൻ സഖാവ് ഉള്ള കാലത്തും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോൾ ഇല്ലാത്ത കാലത്തും അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാഷ്ട്രീയമൊക്കെ ഒരു പരിമിതിയായി വരുമ്പോഴേ നമുക്ക് ചില മോഹങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്ത്. ഈ പറഞ്ഞ ഭക്തി ഈ രാഷ്ട്രീയത്തിനിടയിലും ടീച്ചറിനോടൊപ്പം ഉള്ളതുപോലെ. അപ്പോൾ ആ മോഹങ്ങളൊക്കെ ഈ സഖാവിനോടൊക്കെ പറയുമ്പോൾ സഖാവ് എന്തായിരിക്കും അതിന് മറുപടി പറയുക? ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നില്ല, കുഞ്ഞി കരിമണിമാല എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സഖാവ് എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അതിന് സഖാവ് എന്നെ ഒരിക്കലും നീ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പോലും പറഞ്ഞില്ല. ശാരദേ, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അതുപോലെ നീ അമ്പലത്തിൽ പോയിക്കോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കൂടെ വരണം എന്ന് പറയാൻ പാടില്ല. അത് സഖാവിനെ കൂടണം. 2ാമത് സഖാവിൻ്റെ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ 3ാമത് നീ പൈസ ഉപയോഗിക്കാൻ പാടില്ലാന്ന്. അപ്പൊ ഞാൻ പറയും, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ പൈസയിലാണ്, പിന്നെ ഞാനേതാ പൈസ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ സഖാവ്? ഇങ്ങനെ ചില കണ്ടീഷൻസ്. പൈസ അമ്പലത്തിൽ പോയാലും പൈസ ഞാൻ പറയാം പക്ഷേ ഉണ്ടല്ലേ, ഞാൻ എൻ്റെ മക്കളായ ശേഷം എനിക്ക് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവർ സാധിപ്പിച്ചതിന് അവർ പല സ്ഥലത്തും എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. കാണേണ്ടതെല്ലാം എനിക്ക് കാണാൻ ഒരു പരിമിതി ഉണ്ടല്ലോ നമുക്ക് പോകുന്നതിന്. അപ്പോൾ ഞാൻ കാണേണ്ടതെല്ലാം കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാം കാര്യങ്ങളും ഞാൻ അനുഭവിച്ചു. കുറേ സങ്കടങ്ങളുണ്ടാവും, സുഖവും ദുഃഖം നിറഞ്ഞതല്ലേ ജീവിതം. അതുപോലെ ഞാൻ എല്ലാം അനുഭവിച്ച് ഞാൻ ഇനി 90 വയസ്സ് എപ്പോഴെങ്കിലും ബാക്കിയുണ്ടോ ടീച്ചറിന്? കുഞ്ഞൊരു മോഹം, ഒരു കുഞ്ഞൊരു മോഹമൊന്നുമില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചുമോനെ ഒരു കുട്ടി ഉണ്ടായത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് അത് കാണുന്നത്. ഇന്നലെ രാത്രി അപ്പുറത്തെ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരാഗ്രഹമുണ്ട്, അതിന് കുട്ടീനെ കാണണമെന്ന്. അത് കണ്ടു. പിന്നെ ഇനി ആഗ്രഹങ്ങൾ ഇനിയെല്ലാം അവർക്ക് ഇവരെല്ലാവരും അവൻ്റെ കാര്യം നോക്കാനായില്ലേ. ഇനി എല്ലാം അവർ പഠിച്ചു, അവർ വളർന്നു, അവർ വേണ്ടത് ചെയ്യാനുള്ള പ്രാപ്തി അവർക്കുണ്ട്. ഇപ്പം എനിക്ക് ചെയ്യുന്നതിൽ എൻ്റെ മക്കളാണ്.
അല്ലാണ്ട് വേറെ ആരുമല്ല ചെയ്യുന്നത്. എൻ്റെ മക്കളെനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്താവശ്യപ്പെട്ടാലും അവരെനിക്ക് ചെയ്തു തരും. പക്ഷേ ടീച്ചർ അപ്പൊ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളുടെയൊക്കെ അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചർ ഇരിക്കുന്നത്. അപ്പൊ ടീച്ചറുടെ മക്കളും കൊച്ചുമക്കളും മാത്രമല്ല, ടീച്ചർ അറിയാതെ ടീച്ചറെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളും കൂടി ടീച്ചർക്കുണ്ട്. താങ്ക് യു ടീച്ചർ. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. അവിട്ടമാണ് നാളല്ലേ ടീച്ചറിന്റെ? അവിട്ടാണ് എൻ്റെ നാള്. അവിട്ടം ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയും എന്നെ സംബന്ധിച്ച്. സഖാവിനെ കിട്ടിയത് തന്നെയായിരിക്കുമല്ലോ ടീച്ചറിന്റെ ഭാഗ്യവും. എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം തന്നെയാണ് എൻ്റെ സഖാവ്. എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സഖാവാണ്. ആ സഖാവ് എന്നുള്ള 3 അക്ഷരം. അപ്പൊ ഞങ്ങളുടെ എല്ലാം കേരളത്തിന്റെ ഒരുമിച്ചുള്ള ഒരു നവതി ദിനാശംസകൾ. എനിക്ക് അല്ല, എനിക്ക് ഇന്നും ആ സഖാവിനെ സ്നേഹിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അത്ര കുറച്ച് കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്നേഹം ബാക്കി വെച്ച് പോയ പോലെ ഞാൻ ഇന്ന് അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. ഒറ്റ കാര്യം, എനിക്ക് കുറച്ചുകൂടി കാലം സഖാവിൻ്റെ കൂടെ താമസിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അസുഖം വന്ന് സഖാവ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പോയ പോലെയാണ് സഖാവ് പോയി കളഞ്ഞത്. അതിനെ ആ ഒരു ദുഃഖം അന്നും ഇന്നും എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ടീച്ചർക്ക് ഇനിയും വീണ്ടും ആ സഖാവിൻ്റെ ശാരദയായിട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹം വന്നത്. മടുക്കുന്നതിന് മുമ്പ് സഖാവ് ടീച്ചറെ കൊതിപ്പിച്ചങ്ങ് പോയി. നന്ദി ടീച്ചർ എന്തായാലും ചേർന്നതിൽ. കുഞ്ഞുങ്ങളൊക്കെ അന്വേഷണം പറയുക. അപ്പോൾ അവരെ ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല എങ്കിൽ പോലും 20 വർഷം മുമ്പുള്ള ഒരു ചോദ്യം ടീച്ചർ ഓർമ്മിച്ചിരിക്കുന്നത്. ഞാനൊരു ദിവസം വരുന്നുണ്ട് ടീച്ചർ, നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു ടീച്ചർ, താങ്ക് യു. അപ്പോൾ നവദിനാശംസകൾ എല്ലാവരുടെയും. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടീച്ചറാണ്, ടീച്ചറുടെ വാക്കുകൾ കേട്ടില്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അമ്മയെ പോലെയല്ലേ ടീച്ചറിനെ തോന്നിയത് നിങ്ങൾക്ക്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം ഇങ്ങനെയുള്ളൊരു അമ്മമാർ അല്ലേ? എന്നിട്ട് എല്ലാം പറയണം. നമ്മുടെ മക്കളൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്താ പറയുക, മക്കളെല്ലാം ചെയ്തു തന്നു, ഇനി സന്തോഷത്തോടു കൂടി പോവാം എന്ന് പറഞ്ഞു നിൽക്കുന്ന അമ്മമാരുണ്ടാവുന്നത് ഒരു ഐശ്വര്യമല്ലേ? നല്ല കാര്യമല്ലേ? അതിന് വലിയ സമ്പത്തും കാശൊന്നും വേണ്ട, ഇത്തിരി സ്നേഹം മതി മനസ്സിൽ ഉള്ളോളം അല്ലേ?